ഇപ്പൊ സ്വർണ്ണക്കള്ളക്കേസിൽ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുമായി ഒപ്പം നിൽക്കുന്ന ചിത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. ഈ പോറ്റിയുമായും ഗോവർദ്ധനുമായും എന്ത് തരം ബന്ധമാണ് അവർക്കുള്ളത് എന്ന് അവരല്ലേ വ്യക്തമാക്കേണ്ടത്. സോണിയാഗാന്ധിയെ സംശയമുനയിൽ നിർത്തി മുഖ്യമന്ത്രിയുടെ അപകീർത്തികരമായ പരാമർശം. ഇതിന് ശക്തമായ മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. തെളിവില്ലാത്ത ആരോപണങ്ങളിലൂടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇടം നേടിയ ഒരു നേതാവിനെ കരിവാരിത്തേക്കാനാണ് മുഖ്യമന്ത്രിയുടെ ശ്രമം. രാഷ്ട്രീയ പരാജയം മറക്കാൻ അപകീർത്തിപ്പെടുത്തൽ ആയുധമാക്കുന്ന മുഖ്യമന്ത്രിയുടെ സമീപനം വളരെയധികം നിലവാരം കുറഞ്ഞതായിപ്പോയി. അധികാരത്തിന്റെ അഹങ്കാരത്തിന് ശക്തമായ ജനാധിപത്യ മറുപടിയാണ് വി.ഡി. സതീശന്റെ വാക്കുകൾ. ഇപ്പൊ സ്വർണ്ണക്കള്ളക്കേസിൽ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുമായി ഒപ്പം നിൽക്കുന്ന ചിത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. ഈ പോറ്റിയുമായും ഗോവർദ്ധനുമായും എന്ത് തരം ബന്ധമാണ് അവർക്കുള്ളത് എന്ന് അവരല്ലേ വ്യക്തമാക്കേണ്ടത്. അയ്യപ്പന്റെ സ്വർണം കവർന്ന രണ്ട് പ്രധാനപ്പെട്ട CPM നേതാക്കൾ ജയിലിലാണ്. അവരെ ഇപ്പോഴും CPM സംരക്ഷിക്കുകയും അവർക്കെതിരെ നടപടിയെടുക്കാതിരിക്കുകയും ചെയ്യാം. എന്നിട്ട് അത് മറച്ചുവെക്കാൻ വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം നടത്തിയ ഏറ്റവും നിലവാരം കുറഞ്ഞ ഒരു പത്രസമ്മേളനത്തിൽ സോണിയാഗാന്ധിയുടെ കൂടെ പോറ്റിയുടെ ഫോട്ടോ ഉണ്ടെന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ചത്. ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രിയുടെ കൂടെ ഫോട്ടോ ഉണ്ടല്ലോ, ഞങ്ങൾ മുഖ്യമന്ത്രി സ്വർണ്ണക്കൊള്ളയിലെ പ്രതിയാണെന്ന് ഞങ്ങൾ പറഞ്ഞു. ഇങ്ങനെയുള്ള ആളുകൾ പലരിടത്തും പോയിട്ട് പലരുടെയും ഫോട്ടോ ഉണ്ടാവും. അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ച ആളുകൾ. അത് LDF അധികാരത്തിലിരിക്കുമ്പോൾ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാരായിരുന്ന രണ്ടുപേരാണ് ജയിലിൽ കിടക്കുന്നത്. ഇനിയും പല പ്രധാനപ്പെട്ട ആളുകളിലേക്കും പോകണം. വൻ ഡോക്കുകൾ ഉണ്ട് എന്ന് കോടതി തന്നെ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ആ സ്വർണ്ണക്കൊള്ള മറച്ചു പിടിക്കാൻ വേണ്ടി ഫോട്ടോയുടെ കാര്യം പറഞ്ഞിട്ട് എന്താ കാര്യം? അവരെ കൂടെ ആരെയൊക്കെ ഫോട്ടോ ഉണ്ടാവും? ഇപ്പോ ടൂറിസം വകുപ്പിൽ ഒരു വ്ളോഗർ ഉണ്ടായിരുന്നു. മന്ത്രി റിയാസ് മുൻകൈ എടുത്ത് കൊണ്ടുവന്നതാണ്. പിന്നീടാണ് അവരേതോ സ്പൈ ആണെന്ന് പറഞ്ഞത്. അപ്പോൾ മന്ത്രി റിയാസിനെതിരായിട്ട് ആരോപണം വന്നപ്പോൾ ഞാനാ പറഞ്ഞത് അതിലെങ്ങനെ റിയാസ് തെറ്റുകാരനാവുമെന്ന് ചോദിച്ചത്. കാരണം വ്ളോഗർ സ്പൈ ആണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇവിടെ കൊണ്ടുവരുമോ? അപ്പോൾ അവര് നേരത്തെ വന്നു, അവര് വ്ളോഗറാണെന്ന് വിചാരിച്ച് കൊണ്ടുവന്നാണ്. പിന്നീട് സ്പൈ ആണെന്ന് തെരഞ്ഞെടുപ്പ് എന്റെ കൂടെ എയർപോർട്ടിൽ വെച്ചോ റെയിൽവേ സ്റ്റേഷനിലെ കൂടെ ഒരാൾ വന്ന് ഫോട്ടോ എടുത്ത് ഞങ്ങളൊക്കെ നിന്നു കൊടുക്കും. ആര് ഫോട്ടോ എടുക്കാൻ വന്നാലും നാളെ അയാൾ ഏതെങ്കിലും വല്ല കള്ളക്കടത്ത് കേസില കവർച്ച കേസില അയാൾ പ്രതിയായ നിങ്ങൾ ഇടാൻ പോണത് എന്റെ കൂടെ അയാൾ ഇളിച്ചോണ്ടിരിക്കുന്ന പടമായിരിക്കും. അതിന് ഞാൻ തെറ്റുകാരനാവോ? അപ്പൊ ഇത് ഈ യഥാർത്ഥ വിഷയം മറച്ചുവെക്കാൻ ശക്തമായ തിരിച്ചടിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് CPMന് ഈ വിഷയത്തിൽ. ഇപ്പോഴും ഈ സ്വർണ്ണക്കൊള്ളയിലെ പ്രതികളെ സംരക്ഷിക്കുന്ന നടപടി പോലും എടുക്കുന്നില്ല. പേടിച്ചിട്ടാണ്. കാരണം അവര് മൊഴി കൊടുത്താൽ മറ്റു വലിയ നേതാക്കന്മാർ കൂടി അകത്തു പോകും എന്നുള്ള ഭയം കൊണ്ടാണ് ഇവർ ചെയ്യുന്നത്. ഞങ്ങൾ പറഞ്ഞ എല്ലാ കാര്യവും ശബരിമലയിലെ ശരിയാണ്. ശബരിമലയിലെ മാത്രമല്ലല്ലോ, മുഖ്യമന്ത്രിയുടെ ഓഫീസ് അനാവശ്യമായി ഇടപെടുന്നു, പോലീസിലെ ഹൈറാർക്കി തകർക്കുന്നു എന്ന് ഞങ്ങൾ ആരോപണം ഉന്നയിച്ചു. ഇപ്പത് DIG DGPക്കെതിരായിട്ട് ആരോപണം ഉന്നയിക്കുന്നു. ജയിലിൽ DIGയുടെ നേതൃത്വത്തിൽ പണം മേടിച്ചുവിട്ട് ആളുകളെ പരോളിലിറക്കി വിടുന്നു. ലഹരി മരുന്ന് മാഫിയയ്ക്ക് കൂട്ടുനിൽക്കുന്നു ഉന്നത ഉദ്യോഗസ്ഥന്മാർ. ഇപ്പോ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന വിനോദ് കുമാറിനെതിരായി നിരവധി പരാതികൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ടായിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത് പൂഴ്ത്തിവെക്കുമായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി നേരിട്ട് ബന്ധമുള്ള ആളായിരുന്നു വിനോദ് കുമാർ. ഒരു മാഫിയയാണ് അവിടെ നിയന്ത്രിക്കുന്നത്, പോലീസിനെ നിയന്ത്രിക്കുന്നത്. അതെല്ലാം ഇപ്പൊ പുറത്തുവരികയാണ്. പോലീസിൽ എന്താ നടക്കുന്നത്, ജയിലിൽ എന്താ നടക്കുന്നത്? ഞങ്ങൾ നിയമസഭയിലടക്കം നിയമസഭയ്ക്കകത്തും പുറത്തും നിരവധി പ്രാവശ്യം ആരോപണം ഉന്നയിച്ചു. അവർക്ക് ചില പഞ്ചനക്ഷത്ര സൗകര്യങ്ങളാണ് വലിയ ക്രിമിനലുകൾക്ക്, കൊലക്കേസിലെ പ്രതികൾക്ക് ജയിലിൽ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നത്. പിന്നെ കൂടുതൽ സമയം അവർ പുറത്താണ്, പരോളിലാണ്. ഇപ്പൊ എങ്ങനെയാണ് പരോള് കിട്ടുന്നതെന്ന് ഇപ്പൊ പുറത്തു വന്നില്ലേ? ഈ പ്രതികൾക്കടക്കമുള്ള ആളുകൾക്ക് പരോള് കിട്ടുന്നത് എങ്ങനെയാണ്? നിയമവിരുദ്ധമായ രീതിയിലാണ്. അവർക്ക് ലഹരി മരുന്ന് വസ്തുക്കൾ എത്തിച്ചു കൊടുക്കാൻ ഒരു മാഫിയ പ്രവർത്തിക്കുന്നു. ആ മാഫിയയ്ക്ക് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സംരക്ഷിക്കുന്നു. എന്താ പോലീസിൽ നടക്കുന്നത്?